രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CJP. വീണ്ടും സെപ്റ്റംബർ 5-ന് ദില്ലിയിൽ വീണ്ടും പ്രതിഷേധം. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്കാണ് മാർച്ച്. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റവർ, ആത്മഹത്യ ചെയ്തവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുക്കും. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ, രണ്ടാം ഘട്ട സമര പരിപാടി എന്താണ്? മാധു, വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങിയിരിക്കുകയാണ് CJP. ജന്തർ-മന്ദറിലെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CJP പുതിയ പ്രതിഷേധം പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 5-ന് ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഡൽഹി ആസ്ഥാനത്തേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം നടത്തും. മരിച്ച നീറ്റ് ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങളും പോലീസ് അതിക്രമങ്ങൾക്കിരയായവരും മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. യുവതലമുറയെ സർക്കാർ വഞ്ചിച്ചെന്നും CJP ദേശീയ പ്രവർത്തക സമിതി യോഗത്തിൽ വ്യക്തമാക്കി. ഇതിന് പുറമെ സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ ചൂണ്ടിക്കാട്ടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് CJP കത്തയച്ചിട്ടുണ്ട്. സ്കൂളുകളിലെ ഫണ്ട് വിനിയോഗവും അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിടുമെന്ന് കത്തിൽ അഭിജിത് ദീപ്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദ് പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ കായിക താരങ്ങളും പങ്കെടുക്കും. രാജ്യത്തെ 1500-ലധികം ഇടങ്ങളിൽ തത്സമയം പരിപാടി പ്രദർശിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 25-ന് CJP പ്രതിഷേധം അവസാനിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം എന്നത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെയുള്ള FIR-കൾ അത് പൂർണ്ണമായും റദ്ദാക്കുക, കേസുകൾ അത് പൂർണ്ണമായും റദ്ദാക്കുക എന്നതായിരുന്നു. പക്ഷെ അത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് CJP വീണ്ടും പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. സെപ്റ്റംബർ 5-ാം തീയതി ഇന്ത്യ ഗേറ്റിൽ നിന്ന് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധം അത് നടത്തുമെന്നാണ് CJP നിർവാഹക സമിതി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. രണ്ടാം ഘട്ട പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് CJP. സെപ്റ്റംബർ 5-ന് മാർച്ച്.